രാധേ രാധേ. ഗുഡ് മോർണിംഗ്. ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഉപദ്രവിക്കാറുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കഠിനമായി വഴക്ക് പറയാറുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ മാതാപിതാക്കളെ ആക്ഷേപിക്കാറുണ്ടോ? നിങ്ങൾക്ക് ഓഫീസിലോ മറ്റോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വേറെ സ്ത്രീകളുമായി ബന്ധമുണ്ടോ? അതിനെക്കുറിച്ച് ഭാര്യ ചോദ്യം ചെയ്താൽ അവരെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പോകും, നീ എന്ത് ചെയ്യുമടി എന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് കേൾക്ക്. ഒരു സ്ത്രീ, എൻ്റെ സ്റ്റുഡൻ്റാണ്, ഒരു ദിവസം വിഷമിച്ചിരിക്കുന്നത് കണ്ടു. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, അന്ന് ഈ ഭർത്താവ് അവരുടെ കരണത്തടിച്ചു. അടിച്ചിട്ട് പറഞ്ഞ, ആനടി എനിക്ക് ഒരു കാമുകയുണ്ട്, അവളടുത്തോട്ട് തന്നെ പോവുക, നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അവരുടെ മാതാപിതാക്കളെയും ആക്ഷേപിച്ചു. അവരെന്ത് ചെയ്തു? അന്നത്തെ ദിവസം ദോശ ചുട്ടപ്പോൾ ദോശയ്ക്കകത്ത് തുപ്പി ഒഴിച്ചിട്ട് പരത്തി കൊടുത്തു. അന്നത്തെ ദിവസം അയാൾക്ക് കൊടുത്ത ചായയിൽ 3 തവണ തുപ്പിയിട്ട് അത് ആറ്റിക്കൊണ്ട് എന്ന് കൊടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു, സാറേ ഞാൻ ചെയ്തത് തെറ്റായിരിക്കാം, സാർ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല. കാരണം നിങ്ങളൊരു പട്ടിയാണെങ്കിലും കുറച്ച് തവണ ഉപദ്രവിച്ചാൽ അത് തിരിച്ചു കടിക്കും. ഒരു പൂച്ചക്കുട്ടിയെ നിങ്ങൾ ഉപദ്രവിക്കാൻ ചെന്നാൽ കടിക്കും. എന്തിന്? ഏറ്റവും ശാന്തമായ ഒരു മുയലിനെ അതിൻ്റെ വായിൽ കൊണ്ട് കൈയിട്ട് കുത്തിക്കൊടുത്താൽ അത് കടിക്കും. അപ്പൊ പിന്നെ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ കാര്യം പറയണോ? അവർക്ക് നിങ്ങളെ തിരിച്ചടിക്കാൻ പറ്റില്ല, അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. മക്കളായി പോയി, നിങ്ങൾ അവരുടെ മാതാപിതാക്കളെ ആക്ഷേപിക്കുന്നു. അവർ പിന്നെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ അവരെ ഉപദ്രവിക്കുന്നു. അപ്പോൾ അവർ എത്രയെന്നും ചൊല്ലി അവരുടെ ഈ വികാരങ്ങൾ അവരെ അടക്കി വെക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഈ പാവം സ്ത്രീകൾക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പൊ പിന്നെ ഉള്ള എളുപ്പ വഴി ഇതാണ്. ഭർത്താവേ, നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിച്ചേ മതിയാകൂ. അതുകൊണ്ട് നിങ്ങൾ അത് അർഹിക്കുന്നു. ഇത് ചെയ്യുന്ന ഭാര്യയ്ക്ക് ഒരു പാപവും കിട്ടില്ല. കാരണം അവർ പലതവണ ക്ഷമിച്ചിട്ടാണ് ഇത് ചെയ്തത്. കൃഷ്ണൻ പോലും ശിശുപാലനോട് പലതവണ ക്ഷമിച്ചു. ഒടുവിൽ ക്ഷമ കെട്ടിട്ടാണ് കൊന്നത്. അപ്പൊ കൃഷ്ണന് പോലും പറ്റാത്തത് ഈ പാവം സ്ത്രീകൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അതുകൊണ്ട് ഭർത്താവേ, ഭാര്യയെ അടിക്കുന്നതിന് മുമ്പ്, ഭാര്യയെ വെച്ചിട്ട് മറ്റ് സ്ത്രീകളുമായി ഇടപെട്ടത് പരസ്യമായി ഭാര്യയുടെ അടുത്ത് പറയുന്നതിന് മുമ്പ് ആലോചിക്കുക. നിങ്ങൾ തിന്നുന്ന ദോശയിൽ പലതവണ അവരുടെ ഉമിനീര് കാണും. നിങ്ങൾ കുടിക്കുന്ന ചായയിൽ പലതവണ അവരുടെ ഉമിനീര് കാണും. സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത്, അതെ, വികാരങ്ങൾ അടക്കി വെക്കരുത്. ചെയ്യണം. യെസ്, പ്രതികരിക്കണം, ശാന്തമായി പ്രതികരിക്കണം. ഗുഡ് മോർണിംഗ്. രാധേ രാധേ. ഓ രാധേ രാധേ. രാധേ രാധേ. ഓ രാധേ രാധേ.